നമസ്കാരം. മുഖം കറുക്കുന്നു, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു. ഈ 3 കാര്യങ്ങളും കൊറോണയ്ക്ക് ശേഷം സർവ്വസാധാരണമായിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോസ് വീണ്ടും ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും ഒരേ റെസിപ്പി തന്നെ ചേരണമെന്നില്ല. പലപ്പോഴും ഓരോരുത്തരുടെയും ശരീരപ്രകൃതം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായി കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഓരോ രോഗികൾക്കും ഓരോ രീതിയിലുള്ള ചികിത്സ, അതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും നമ്മളുടെ ഈ മുഖത്തേക്കുള്ള ഫേസ് മാസ്കും തലയിലേക്കുള്ള ഹെയർ മാസ്കും ഒക്കെ പല രീതിയിൽ ചെയ്യുന്നത്. നിങ്ങളിപ്പം വളരെയധികം വീഡിയോസ് എൻ്റെ കണ്ടു കാണും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് തന്നെ ശരിയാവണമെന്നില്ല. അപ്പോൾ വീണ്ടും ഓരോന്നും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ശരിയാവുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ പ്രാവശ്യത്തെ ആപ്ലിക്കേഷനിൽ തന്നെ നല്ല വ്യത്യാസം, നല്ല റിസൾട്ട് കിട്ടുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ചിലർ പറയും ഒരു 3-4 പ്രാവശ്യം ഇത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു ഫേസ് മാസ്കാണ്. നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മുഖമാണല്ലോ ഏറ്റവും പ്രധാനം. മുഖം മിനുക്കുക, അതായത് മുഖത്തിന് നല്ല നിറം ഉണ്ടാവുക, നല്ല തെളിച്ചം, നല്ല ഗ്ലോ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മുഖത്തിന് ഈ പാടുകൾ മാറുക, അതുപോലെ തന്നെ ആക്നിയുടെ, അതായത് മുഖക്കുരുവിൻ്റെ പാടുകൾ മാറുക, പിന്നെ ചുളിവുകൾ കുറയുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മുഖവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മളൊരു 30 വയസ്സ് കഴിയുമ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഏജിങ് പ്രോസസ്സ് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ നല്ല പ്രസൻറ്റബിൾ ആവാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം കളറെന്ന് പറയുന്നത് ആപ്ലിക്കബിളാണ്. എല്ലാവരുടെയും കളർ ഒരുപോലെ ഇരിക്കത്തില്ല. എങ്കിൽ കൂടിയും നമ്മളൊരു പ്രസൻറ്റബിൾ ആവുക എന്ന് പറയുമല്ലോ, അതാണ്. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പേഷ്യൻസൊക്കെ പറയുന്നത്, മാഡം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ പറ്റുന്നില്ല, ഒരു ഫങ്ഷന് വെളിയിലോട്ട് ഇറങ്ങാൻ തോന്നില്ല. അപ്പം ആളുകളൊക്കെ നമ്മൾ കാണുമ്പം തന്നെ എന്ത് പറ്റിയത്, എന്ത് കോലമാണ് എന്നൊരു ചോദ്യം. അപ്പോൾ അതിന് ഒരു ഇൻഫർമേഷൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ വീണ്ടും ഓരോ വീഡിയോസ് പുതിയതായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ റെസിപ്പിക്കും കുറച്ച് വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഈ ഫേസ് മാസ്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 2-3 പച്ചക്കറികളുടെ ജ്യൂസാണ്. ഒന്നാമത് വെള്ളരിക്കയുടെ ജ്യൂസ് ഉണ്ട്, ക്യാരറ്റിൻ്റെ ജ്യൂസുണ്ട്. അപ്പോൾ വെള്ളരിക്കയുടെ ജ്യൂസ് ഒരു 2 ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും. ക്യാരറ്റിൻ്റെ ജ്യൂസ് 2 ടീസ്പൂൺ. അതുപോലെ തക്കാളി അടിച്ചത്, തക്കാളിയുടെ ജ്യൂസ് 2 ടീസ്പൂൺ. പിന്നെ തേൻ നമുക്കതുപോലെ തന്നെ 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ തേങ്ങാപ്പാലും അതേ അളവിൽ മതിയാവും, 2 ടീസ്പൂൺ മതിയാവും. പിന്നെ പ്രധാനമായ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ കൊക്കോ പൗഡറും 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ ആവശ്യത്തിന് അരി എന്ന് പറയുന്നത് പച്ചരി, ചുമ്മാ തന്നെ, അത് വെള്ളത്തിലൊന്നും ഇടണ്ട, വെറുതെ മിക്സിയിലൊന്ന് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് കൂടെ ചേർക്കുക. ഇത് ഇത്രയും കൂടെയാണ്. ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടുക. മുഖത്ത് പുരട്ടി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നിന്ന് നല്ലോണം ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം കഴുകിക്കളയാൻ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തേനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. കോഫി പൗഡർ, വെള്ളരിക്കയുടെ ജ്യൂസ്, നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം.
ക്യാരറ്റ്, ഇത് തക്കാളിയുടെ ജ്യൂസ്, ക്യാരറ്റിൻ്റെ ജ്യൂസ്, കൊക്കോ പൗഡറിൻ്റെ നല്ല മണം. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചേരുവയിൽ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച ഈ കൊക്കോ പൗഡർ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പാടുകളും പുള്ളികളും വരകളും ഒക്കെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ടോക്സിനാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. ആ ടോക്സിൻസിനെ നമ്മൾ കംപ്ലീറ്റ് മാറ്റുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി, അതായത് മുഖത്തിൻ്റെ ഈ പ്രായം കുറയ്ക്കാൻ, അതുപോലെ കൊളാജൻ പ്രൊഡക്ഷന് ഏറെ സഹായിക്കുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനം ഈ പാടുകൾ, നമ്മൾ ചെറിയ കുത്തുകൾ, പാടുകൾ, കറുപ്പ് പൊട്ടുകൾ, ഇതൊക്കെ ഇതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ. എങ്കിൽ കൂടിയും ഇതിനകത്ത് മറ്റുള്ള ചേരുവകളോ, ക്യാരറ്റിനകത്ത് നിറയെ വൈറ്റമിൻ സിയും ബീറ്റാ കരോട്ടിനുമാണ്. അത് ഒന്നിനൊന്ന് പരസ്പര പൂരകമാണ്. ഇതൊക്കെ തന്നെയും കൊളാജൻ പ്രൊഡക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വെള്ളരിക്ക ജ്യൂസ്, ഒത്തിരി വൈറ്റനിങ് പ്രോപ്പർട്ടിയുള്ള വെള്ളരിക്ക ജ്യൂസ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടിയും അതുപോലെ തന്നെയാണ്, ഫെയർനെസ്സിനേറെ സഹായിക്കുന്നതാണ് അരിപ്പൊടി. പിന്നെ ഉള്ളത് എന്താ, തക്കാളിയുടെ ഗുണം ഞാൻ പറയണ്ടല്ലോ, ഏറ്റവും കൂടുതലാണ്. ഇത് ഈ ആൻറ്റി ഏജിങ് മാത്രമല്ല, മുഖത്തിന് നല്ല തിളക്കം കിട്ടാൻ, ബ്രൈറ്റനിങ്ങിന് ഏറെ സഹായിക്കുന്നതാണ് തക്കാളിയുടെ ജ്യൂസ്. പിന്നെ തേങ്ങാപ്പാലിനകത്ത് അടങ്ങിയിരിക്കുന്ന DHA, അതോടൊപ്പം തന്നെ ഫാറ്റി ആസിഡ്സ് ഒക്കെ തന്നെയും വളരെയധികം മോയ്സ്ചറൈസിങ് എഫക്റ്റും, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് എഫക്റ്റ്, അതുപോലെ വൈറ്റനിങ് പ്രോപ്പർട്ടി, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവകളും പരസ്പരം പൂരകങ്ങളാണ്. എന്ന് വെച്ചാൽ ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ. പിന്നെ നമ്മളിത് മുഖത്ത് പുരട്ടി നിന്നിട്ട് ഉണങ്ങി കഴിയുമ്പം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അത് വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കുങ്കുമാതി തൈലമോ എന്തെങ്കിലും എടുത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഫേസ് യോഗ അറിയാമല്ലോ, ഫേസ് യോഗ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതേ രീതിയിൽ വേണം മസാജ് ചെയ്യാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് മുഖത്ത് മാത്രം പുരട്ടിയാൽ പോരാ, ഉള്ളിലേക്കും നല്ല പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോഷകങ്ങൾ എത്രയോ പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. നിറയെ നല്ല ഫ്രൂട്ട്സ്, നല്ല സാലഡ്സ് കഴിക്കണം. അതുപോലെ വീഡിയോ നമ്പർ 315 സോർക്രാറ്റ്, അതോടൊപ്പം കുറച്ച് പിക്കിൾഡ് സാലഡ്സ് ഉണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, കോവയ്ക്കൊക്കെ ഇട്ട് പിക്കിൾഡ് സാലഡ്. പിന്നെ നല്ലോണം നട്ട്സ്, സീഡ്സ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തികമൊന്നുമില്ല, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ മാഡം? നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് എന്താ കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കാൻ പറ്റൂലേ? അവിടെ പോയിട്ട് ഈ ഫ്രൈ ഐറ്റംസ് ഒന്നും കഴിക്കാതെ കപ്പലണ്ടി, കടലപ്പൊരി ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഒത്തിരി വലിയ വിലയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എല്ലാ ദിവസവും കുറച്ച് മുരിങ്ങയില കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ വലിയ പ്രയാസമാണോ? ഇതൊക്കെ കഴിച്ചാൽ മതി. ഏകദേശം എല്ലാ ന്യൂട്രിയൻസും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കിട്ടും. അപ്പം ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും, അതുപോലെ ഉറക്കം, ടെൻഷൻ കുറയ്ക്കുക, ടെൻഷൻ ഫ്രീ ലൈഫ്, അതുപോലെ എക്സസൈസ് ആവശ്യത്തിന് വേണം. പിന്നെ നന്നായിട്ട് ഉറങ്ങണം, സമാധാനമായിട്ട് ജീവിക്കണം. ഇത്രയും കാര്യമൊക്കെ ശ്രദ്ധിച്ചു പോയാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകാൻ പറ്റും. പക്ഷേ ഈ കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചത്? നമ്മളുടെ ലിവറിന് കുറച്ചൊരു ഡിസ്ഫങ്ഷനിങ് ഉണ്ടായി. ലിവറിൻ്റെ ഫങ്ഷനിങ് ഡിസബിലിറ്റിയാണ് ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷൻ ഇല്ലാതാക്കിയത്. ഗ്ലൂട്ടാത്തയോൺ എന്താണ് നമുക്ക് ചെയ്യുന്നത്? അത് എല്ലാ കോശങ്ങളിലും ഇരിക്കുന്ന
കറുത്ത പുക പടലങ്ങളെ എടുത്തു കളയും. അതിനുള്ളതാണ്. അത് ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഒരു കറുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂട്ടാത്തയോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കറുപ്പിന്, മുഖം കറുത്തു പോകുന്നതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാ പ്രക്രിയയാണ്. എങ്കിൽ കൂടിയും ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ അധികം വെയിൽ കൊള്ളാതിരിക്കും. വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഈ മെലാനിൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതും കുറച്ച് വയ്ക്കുക. അപ്പോൾ നന്നായിട്ടുള്ള പോഷകപ്രധാനമായ ഒരു ബാലൻസ്ഡ് ഡയറ്റും കഴിച്ച് സമാധാനമായിട്ട് ഉറങ്ങുക. ഒരു 7-8 മണിക്കൂർ ഉറങ്ങുക. പിന്നെ ടെൻഷൻ മാറ്റാൻ വേണ്ടി യോഗയും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. എക്സസൈസ് ശീലമാക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും മാറും. ബട്ട് ഒരു പെട്ടെന്നുള്ള കാര്യമല്ല. ഒരു 3 മുതൽ 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ വേണ്ടി വരും. ഞാനിങ്ങനെ ഉള്ള പേഷ്യൻസിന്, ധാരാളം പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ബട്ട് ഇറ്റ് മാറ്റേഴ്സ് ടൈം. ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ട് കിട്ടും, ചിലർക്ക് കുറച്ചുകൂടെ താമസിച്ച് കിട്ടും. അവരുടെ കാരണം അല്ലെങ്കിൽ അവരുടെ ബോഡിയിലുണ്ടായ ആൻറ്റിബോഡീസ് അധികമായിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു താമസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.